താനെന്താ ഇവിടെ? സാറല്ല എന്നോട് പറഞ്ഞേ ക്ലാസ് കയറണ്ടാന്ന്. ടൈം ആവുന്നതല്ലേ ഉള്ളൂ. പിന്നെന്താ ഇപ്പൊ ഇവിടെ പുറത്തേക്കുന്നത്? ഇംഗ്ലീഷിന്റെ ഗ്രാമർ ഒന്നും ശരിയായില്ല, അതെല്ലാം ആയിട്ട് എനിക്ക് ക്ലാസ് കയറിയാൽ മതിയെന്ന് അച്ഛനെ കൂട്ടിക്കാരൻ എന്നോട് പറഞ്ഞേ. പിന്നെ ഞാനെങ്ങനെ ക്ലാസ്സിൽ കയറുക? ഓ, അപ്പൊ നീ ഇംഗ്ലീഷ് എല്ലാം പഠിച്ചു, ഗ്രാമർ എല്ലാം നിനക്ക് അറിയാം അല്ലെ? എന്നാ പിന്നെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അതിന് കൃത്യമായിട്ട് മറുപടി പറയണം. പറ്റുമോ എനിക്ക്? എന്നാ നിന്നെ ഞാൻ ക്ലാസ് കേട്ടാ. ഇല്ലെങ്കിൽ നിന്റെ അച്ഛനെയും കൂട്ടിട്ട് നീ ഇവിടെ വരേണ്ടി വരും, എന്നാലേ നിന്റെ ക്ലാസ് കേട്ടുള്ളൂ. സാറ് ചോദിച്ചോ, എല്ലാത്തിനും ഞാൻ മണി പോലെ പറയും. ഇന്നലെ രാത്രി 1 മണി വരെ കുത്തിയിരുന്ന എല്ലാ സിനിമയും കണ്ട് ഗ്രാമറും അയ്യോയും നൗണും പ്രോണൗണും എല്ലാം പഠിച്ചിട്ടുണ്ട്. സാറ് ചോദിച്ചോ, എല്ലാത്തിനും ഉത്തരം ഞാൻ പറയും. അപ്പൊ ഇവനെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവനോട് മര്യാദക്കുള്ള ചോദ്യം ചോദിച്ചാൽ ഇങ്ങനെ ഉത്തരം പറയും. അത് പറയണം. അപ്പൊ നീ സിനിമ കണ്ടിട്ടുണ്ടെന്നല്ല പറഞ്ഞേ? ആയിക്കോട്ടെ, ജെയിംസ് ബോണ്ട് എന്നുള്ള ചോദ്യം തന്നെ ആയിക്കോട്ടെ. ആദ്യം ചോദിക്കട്ടെ, ഞാൻ ജെയിംസ് ബോണ്ടിൽ 2 ചോദ്യങ്ങൾ ചോദിക്കട്ടെ എന്നോട്? അയ്യ, ഞാൻ കണ്ടത് ജെയിംസ് ബോണ്ടിന്റെ സിനിമയൊന്നല്ല, ഞാൻ കണ്ടത് മലയാള സിനിമയാ. സാർ അതിന്റെ മലയാളത്തിൽ ഇംഗ്ലീഷ് ചോദിച്ചോ, ഞാൻ ഉത്തരം പറയാം. സാറ് ചോദിച്ചോ. ശരി, എന്നാ മലയാളം നീ പിടിച്ചോ. ആട് ജീവിതത്തിന്റെ ഇംഗ്ലീഷ് നെയിം ഒന്ന് പറഞ്ഞേ. ആട് ജീവിതം ഇംഗ്ലീഷ് ടൈറ്റിൽ ഒന്ന് പറ, കേക്കട്ടെ. ആട് ജീവിതം, ആട് മട്ടൻ, ജീവിതം ലൈഫ്. ആട് ജീവിതല്ലേ? മട്ടൻ ലൈഫ്. മട്ടൻ ലൈഫാ? മട്ടൻ ചാപ്പ്, ഓത്തൻ ബാവ. ഇതിനെ എങ്ങനെ ഇംഗ്ലീഷ് പറയും? പറഞ്ഞേ കേക്കട്ടെ. ഓത്തൻ ബാവ, ബഫല്ലോ ബേബി, അത്രയല്ലേ ഉള്ളൂ. ബഫല്ലോ ബേബിയാ? ശരി, എന്നാ വേറൊരു ചോദ്യം. ഇവനാണ് ഇംഗ്ലീഷ് ചോദിച്ചിട്ട് അതിന്റെ മലയാളം ചോദിക്കണം, അതായിരിക്കും നല്ലത്. ശരി, ഒരു ചോദ്യം പിടിച്ചോ. മൈ ബിഗ് ഫാദർ, അതിന്റെ മലയാളം നീ പറഞ്ഞു കേക്കട്ടെ. എന്റെ വീഡിയോ തന്നാ നാളെ നീ വരുമ്പോണ്ടല്ലോ, നിന്റെ തന്തയുടെ തന്തേനെയും കുഴിമാടത്ത് കിടക്കുന്ന തന്തേനെയും കൂട്ടി വന്നാൽ മതി. എന്നാലും ഞാൻ ക്ലാസ് കേട്ടു.